സാഗ്രിബ് നഗരത്തിലെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണിത്. ഇവിടുത്തെ ഒരു തിരക്കേറിയ ഒരു സ്ട്രീറ്റ്. ഇപ്പോൾ തിരക്ക് കുറവാണ്, കുഴപ്പമില്ല. വൈകുന്നേരങ്ങളിലെ തിരക്ക് വരുള്ളൂ. ഒന്ന് ചായ കുടിക്കണം. ഒരു ചായ കുടിക്കാനായിട്ടൊരു ചായക്കട തപ്പി നടക്കുകയാണ്. തണുപ്പിന് ഒരു ലേശം കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ജാക്കറ്റൊക്കെ ഇട്ട് വെയിലത്തൂടെ നടന്ന് ചെറിയ രീതിയിൽ ഒന്ന് വേർത്തു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒന്ന് വേർത്തു. ഇവിടെ യൂറോപ്പിൽ തണുപ്പത്ത് ഒന്ന് വേർത്ത് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ രണ്ടുപേരും കൂടെ രാവിലെ ഒരു ബാറിൽ വന്നിട്ടുണ്ട്. ബാറിൽ വന്നിട്ട് ലാലേട്ടൻ നാരങ്ങാവെള്ളം ചോദിച്ച പോലെ ഞങ്ങളിവിടെ മിൻറ്റ് ടീ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ബാറിൽ വന്ന് മിൻറ്റ് ടീ ഓർഡർ ചെയ്ത 2 യുവാക്കളാണ് സുഹൃത്തുക്കളെ. ഇത് ക്രൊയേഷ്യയിലെ. ഇത് ശരത്ത് ഇവിടെ പണ്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് ശരത്ത് പറയുന്നുണ്ടായിരുന്നു. ഇതൊരു ഹോസ്റ്റലും കൂടിയാണ്. എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു? ഒരു വർഷം അവനിവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. മിൻറ്റ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ തരും. ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് മിൻറ്റ് ഇതേപോലെ തന്നെ ചെറിയൊരു ഡപ്പയ്ക്കകത്തിട്ടിട്ട് മിൻറ്റ് ഇങ്ങനെ ലീഫ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് കുടിക്കണം. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി തേയിലയില്ല അല്ലേ? തേയിലയില്ല, മിൻറ്റ് മാത്രം ഇട്ടിട്ട് കുടിക്കുന്ന സാധനത്തിനാണ് മിൻറ്റ് ടീ എന്ന് പറയുന്നത്. പക്ഷേ ടീ ഇല്ലാത്ത മിൻറ്റ് ടീ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ മിൻറ്റെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഇതിനൊരു ടൈം എടുക്കും. ആ ടൈം എന്ന് പറയുന്നത് ഇവിടെ ടൈമറുണ്ട്. ഇതിനോട് തിരിച്ച് വയ്ക്കുക. 2 മിനിറ്റ് വല്ലതായിരിക്കും. അപ്പോൾ ഇത് സെറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുടിക്കാം. കൊള്ളാമല്ലേ? എൻ്റെ കഴിഞ്ഞല്ലേ? എൻ്റെ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാനിത് പൊക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, സാധനം കൊള്ളാമല്ലോ. ഇതിപ്പോൾ ശരിക്കും ഒരു തേയില പോലെ അല്ലോ. ഇതിനകത്ത് തേയിലപ്പൊടിയൊന്നും ഇല്ലല്ലോ. ഇതെങ്ങനെയാണോ ഇതിങ്ങനെ ആവുന്നത് ആർക്കറിയാം. നിങ്ങളൊരു ഹോസ്റ്റലായിരുന്നു. ഇത് ഹോസ്റ്റലിലാണ് നമ്മൾ ഇത്ര നേരം ഇരുന്നത്. ഹോസ്റ്റലിൻ്റെ മുകളിൽ വേണ്ടി ഈ കാണുന്നതായിരുന്നു ഒരു ബാറ്. ഇവിടെ ഇതൊക്കെ ബാർ ഏരിയ ആണ്. ഇത് ഔട്ട്ഡോർ ബാർ. ഇതിൻ്റെ മുകളിലേക്കൊക്കെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ താഴെ റൂംസൊക്കെ ഉണ്ട്. അടിപൊളി, നല്ലൊരു സ്ഥലമായിരുന്നു. ഈ ക്രൊയേഷ്യയിൽ സീ സൈഡ്, അറ്റ്ലാന്റിക് സീ ആയിട്ട് നല്ലൊരു സീ കോസ്റ്റൽ ഏരിയ ക്രൊയേഷ്യക്ക് ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. സമ്മറാണ് ബേസിക്കലി അങ്ങോട്ട് പോകേണ്ടത്. സമ്മറിൽ നമുക്ക് വരുമ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ഭാഗത്ത് ദുബ്രോവ്നിക് എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള കോസ്റ്റൽ ടൗണുകളുണ്ട്. സ്പ്ലിറ്റ് എന്ന് പറയുന്ന പേരുള്ള ഒരു കോസ്റ്റൽ ടൗൺ ഉണ്ട്. അങ്ങനെ കുറേ കോസ്റ്റൽ ടൗണുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ദുബ്രോവ്നിക്കിൽ സിറ്റി വാള് പോലെ ആ ഒരു കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള വാളൊക്കെ ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ടൗണാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോൾ വിൻ്ററിൽ അങ്ങോട്ടേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. നമ്മൾ പിന്നീട് സമ്മറിൽ വിശദമായിട്ട് നിങ്ങളെല്ലാവരും പറയുന്ന പോലെ ഓട്ടപ്രദക്ഷിണമല്ലാതെ വിശദമായിട്ട് നമ്മൾ യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ ഓരോ രാജ്യങ്ങളും തെരഞ്ഞു പിടിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാം. ഞാനിപ്പോൾ നിങ്ങളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് സഗ്രിബ് നഗരത്തിലെ ഒരു സാധാരണ ഒരു സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു മലയുണ്ട്, ഒരു കുന്നുണ്ട്. ഈ ഒരു കുന്നിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാം, ഇതിൻ്റെ മേളിൽ കൂടെ കയറി ഇറങ്ങി പോകാം, അങ്ങനെ പല വഴി കൂടെ പോകാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയല്ല, പക്ഷേ ഇവിടെ ഒരു ടണലുണ്ട്. പക്ഷേ ഈ ടണലിലൂടെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും. ഗ്രിച്ച് ടണൽ എന്നാണ് ഈ ഒരു ടണലിൻ്റെ പേര്. വേൾഡ് വാർ 2 സമയത്ത് അന്നത്തെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ബോംബിങ്ങിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു ടണലാണ് ഇത്, ഗ്രിച്ച് ടണൽ. ഒരു ഗ്രിച്ച് ടണൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നമുക്ക് ഈ ടണലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, ഇതിനകത്തൂടെ കയറി വരാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബോംബിങ്ങിൻ്റെ സമയത്ത് ആളുകൾക്ക് ഒരു ഷെൽട്ടറായിട്ട് ഉണ്ടാക്കിയ ഒരു ടണലാണെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഇത് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ പിന്നീട് വന്ന പല യുദ്ധങ്ങളിലും, ക്രൊയേഷ്യൻ ഇൻഡിപെൻഡൻസ് യുദ്ധങ്ങളിലും പല സമയങ്ങളിലും ഇത് ബോംബ് സൂക്ഷിക്കുന്നതിനും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ടണൽ. ഈ ടണലിനകത്തൂടെ സൈക്കിൾ ചവിട്ടി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരാൾ സൈക്കിൾ ഉന്തിക്കൊണ്ട് പോകുന്നത്. നമുക്ക് നടന്നു പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ടണലിൽ ഇതുപോലെയുള്ള ധാരാളം എക്സിറ്റുകൾ, അവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇതുപോലെയുള്ള കുറേ എക്സിറ്റുകൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മധ്യഭാഗത്തായിട്ട് അവിടെ ഒരു സെൻട്രൽ ഹോള് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ടണലിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ അങ്ങോട്ട് വഴിയുണ്ട്. ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ്. അങ്ങനെ കുറേ വഴിയുണ്ട്. 350 മീറ്ററാണ് ഈ ടണലിൻ്റെ ആകെയുള്ള ഒരു നീളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടണലിൻ്റെ ഒരു മധ്യഭാഗത്തുള്ള ഒരു സെൻട്രൽ ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇതിൻ്റെ വീതിയും അതേപോലെ തന്നെ ഹൈറ്റും ഒക്കെ കൂടി വന്നു. ബേസിക്കലി പണ്ട് കാലത്ത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ജർമ്മനിയിലും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും പല യുദ്ധങ്ങളുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെയും അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അന്നത്തെ ആൾക്കാർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ഒരു ടണലാണ്. വലിയൊരു മലയുടെ മധ്യഭാഗത്തായിട്ടുള്ളൊരു ടണൽ.
ആ ടണൽ ഇപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനുള്ള ഒരു മാർഗവുമായി, ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനുമായി. ടണലിനകത്ത് മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട്. സാധാരണ നമ്മൾ ഈ ഭാഗത്തുള്ള പല സബ്വേകളിലും പോകുമ്പോൾ നമുക്ക് പല അലമ്പും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അലമ്പും കാര്യങ്ങളൊന്നും ഇവിടെ കണ്ടില്ല. ഇങ്ങനെ നൈസായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പാട്ടൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ടണൽ. ഇത് ഏതോ ഒരു വീടിൻ്റെ താഴേക്കാണ് നമ്മൾ ആ ടണലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നത്. എനിക്ക് ഇത് ഏതോ ഒരു വീടാണ്, കണ്ടില്ല? ആ വീടിൻ്റെ എൻട്രൻസാണ്. ആ വീടിൻ്റെ എൻട്രൻസിന് മുമ്പിൽ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മേളിലൊക്കെ വലിയ കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിൽ ആ മലയുടെ അടിയിൽ കൂടെ ഉണ്ടാക്കിയ ടണലിലൂടെ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇവിടേക്ക് ഇറങ്ങി വന്നു. പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മളിത് മറ്റൊരു സ്ട്രീറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. സുവനീറുകൾ വാങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് വന്നൊരു സുവനീർ വാങ്ങിച്ചു ഞാൻ, ക്രൊയേഷ്യയുടെ. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഈ പോകുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള സുവനീറുകൾ ഞാൻ വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഇവിടുത്തെ ഒരു സ്ട്രീറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ടൂറിസ്റ്റ് അല്ലേ, ആളുകൾ ചുമ്മാ കറങ്ങാൻ വേണ്ടി വരുന്ന ഒരു സ്ട്രീറ്റ്. ഇവിടെ അടിപൊളി സുവനീറുകളുണ്ട് കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചിറങ്ങി കഴിയുമ്പോഴാണ് വേറെ 100 എണ്ണം നല്ലത് കാണുന്നത്. ഉണ്ടോ ഇവിടുത്തെ ഒരു പഴയ വീട് കണ്ടില്ലേ? ഇത് അപ്പാർട്ട്മെൻ്റ് ആണോ? ഇത് അല്ല, ഇത് മറ്റേ ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലേ, അല്ലാതെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമല്ലല്ലോ. മറ്റേ ഇതല്ലല്ലോ, ഗസ്റ്റ് ഹൗസ് ആണോ? അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. നോക്കി എയർബിഎൻബി പോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും കണ്ടോ. ഇവിടുത്തെ പഴയ നമ്മുടെ പഴയ തറവാടുകളില്ലേ, അതേപോലത്തെ ടൈപ്പുള്ള പഴയ വീടുകളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ മറ്റേ സുവനീർ ഷോപ്പുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ഏരിയ ആണ്. ഞങ്ങളിവിടെ ഒരു സ്ക്വയറിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ മയം. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ക്രൊയേഷ്യയുടെ ഹാൻഡ്ബോൾ ടീമിന് എന്തോ മെഡലൊക്കെ കിട്ടി. അപ്പോൾ അവരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു ഏരിയ മൊത്തം ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ക്രൗഡഡ് ആവും. ക്രൊയേഷ്യയുടെ ഫ്ലാഗും മറ്റ് പല ഫ്ലാഗുകളൊക്കെ ഇവരിങ്ങനെ മറ്റേ ഫാൻസ് ഉണ്ടല്ലോ, ഫാൻസിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി. ഇത് ഭയങ്കര വൈബാണല്ലോ ഇവിടെ, അടിപൊളി. വിൻ്ററായിട്ട് ആൾക്കാരൊക്കെ എക്സൈറ്റഡ് അല്ലേ? ഇങ്ങനെ വരുന്നില്ലേ? അത് കൊള്ളാമല്ലേ? പിന്നെ ഫ്ലാഗ് അങ്ങനെ പല സംഭവങ്ങളൊക്കെ കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ് കണ്ടല്ലേ. എന്തായാലും ഇവിടെ ഫുള്ള് കച്ചവടക്കാരും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നിറഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ. ഒരു എത്ര സെറ്റപ്പായിട്ടാണ് ഓരോ പരിപാടികൾ വരുന്നത്. ഇങ്ങനെ ഫ്ലാഗ് വാങ്ങിച്ചിങ്ങനെ പുറച്ചിങ്ങനെ രാജ്യസ്നേഹം കാണിച്ച് നമ്മുടെ ആ ഒരു സപ്പോർട്ട് കാണിച്ച് ഇങ്ങനെ നടക്കാം. അതാണല്ലോ അതിൻ്റെ പരിപാടികളൊക്കെ. ഇവരുടെ ഈ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫ്ലാഗ് എല്ലാം ഏകദേശം ഒരേ കളറായിരിക്കും. ഏത് ഫ്ലാഗ് നോക്കിയാലും സിമിലാരിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന ഭാഗമായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ അവിടെ ആ ടീമും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരും. വന്നതിന് ശേഷം ഇവിടെ എന്തായാലും ഗംഭീര പരിപാടികളായിരിക്കും. കാരണം ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സൗണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് വരെ എന്തായാലും ഇതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ അവിടെ കച്ചവടങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് അവിടെ കണ്ടില്ലേ ബിയറും മറ്റുമൊക്കെ സംഭവങ്ങളൊക്കെ കൊണ്ട് വെച്ച് വിൽക്കുന്നത് കണ്ടില്ലേ. നമ്മുടെ നാട്ടിലാണ് നമ്മൾ എന്താ വിൽക്കുക? നാരങ്ങ വെള്ളം, പെപ്സി, കൊക്കക്കോള, വെള്ളം, അത് ഇത് ഉപ്പിലിട്ട മാങ്ങ. നമ്മുടെ നാട്ടിൽ ഉപ്പിലിട്ട മാങ്ങ എങ്ങനെയാണോ അതേപോലെയാണ് ഇവർക്ക് ഇവിടെ ബിയറും ബാക്കിയുള്ള സംഭവങ്ങളും. പച്ചവെള്ളം കുടിക്കുന്ന പോലെയാണ് ബേസിക്കലി, അത്രേ ഉള്ളൂ. അതെ, ബാക്കിയുള്ള ഒന്നുമില്ല. നമുക്കിനി ഹോട്ടലിൽ പോയിട്ട് നമ്മുടെ ബാഗ് എടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഹോട്ടലിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ഒരു ട്രാമിൽ കയറണം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ട്രാമിൽ കയറണം എന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ് കേസ്. പക്ഷെ തിരക്കാണെങ്കിൽ ആരും അടി ഉണ്ടാക്കത്തില്ല, ഇടിച്ച് കുത്തി കയറത്തില്ല. എല്ലാവരും വഴി ആളുകളെ അകത്തുള്ളതിൽ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ക്യൂ നിന്ന് സംയമതയോടുകൂടി പതുക്കെ അകത്തേക്ക് കയറും. നമ്മളിപ്പോൾ കണ്ട ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊരു ഗംഭീര പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇവിടുത്തെ തിരക്ക് നോക്കി. ഇവിടെ വരെ ഫ്ലാഗിൻ്റെ കച്ചവടവും പിന്നെ ബാക്കിയുള്ള കച്ചവടവും പരിപാടികളും ആളുകളൊക്കെ വന്നിട്ട് എല്ലാവരും ഈ ഫ്ലാഗും വാങ്ങിച്ച് പിള്ളേരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും വന്നിട്ട് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Hi, my bag. I need to take my bag. Oh, yeah. Okay. Thank you. ഇത് മൊത്തം കച്ചവടമാണല്ലോ. ഇത് ഗംഭീര പരിപാടിയായിട്ടോ ഇവിടെ. അതായത് ഹാൻഡ്ബോളിൻ്റെ എന്താ പറയുക വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ട് ഡെൻമാർക്കിൽ കളിയും കഴിഞ്ഞ് വരുന്ന ടീമാണ്. ഇത് കണ്ടോ ആളുകളൊക്കെ. ഇതൊരു ചായക്കടയാണ് നോക്കി. അതായത് ഈ റോഡിൽ ഇത് ഇവിടെ ഇങ്ങനെ കുറേ കസേരകൾ ഇട്ടിരിക്കുന്നു. വെയിലുള്ളതുകൊണ്ട് വലിയ എക്സ്ട്രീം വിൻ്റർ അല്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ഇത് എവിടെ നിന്നായിരിക്കും ഇത് വരുന്നത്? അതിൻ്റെ ഭാഗമാണോ? ഇത് എവിടെ നിന്നായിരിക്കും ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? താഴെയാണോ കട? ശരി. ഇപ്പോൾ ഇവിടെയാണ് ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് താഴെ നിന്നാന്ന് തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ ഷോപ്പിംഗ് മോളാ.
അടിപൊളി. ഇത് കൊള്ളാമല്ലോ സെറ്റപ്പ്. ഇത് ചേർത്ത് കേട്ടോ. റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് മേളിൽ ആൾക്കാർ വന്നിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ താഴേക്ക് വീണ്ടും ഉണ്ടല്ലോ. ഇതിങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഷോപ്പിംഗ് മോള് പോലെ പണിത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, പാർക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വേറെ കടകൾ, ഇങ്ങോട്ട് കടകൾ. ഇത് ബേസിക്കലി ഒരു സബ്വേ ആണ്. ആ സബ്വേ അത് ഇത്തരത്തിൽ ഷോപ്പിംഗ് മോളും സംഭവങ്ങളൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് എന്ത് തിരക്കാണ് ഇവിടെ. ഇത് അത്യാവശ്യം വലിയ നീളമുള്ളൊരു സബ്വേ ആണ്. ഇവിടുത്തെ മേളത്തെ ലൈറ്റ് ഭയങ്കര ഫ്ലിക്കറിങ് അനുഭവപ്പെടുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ടണലിലൂടെ കയറി നടന്ന് വന്നത് ഒരു ബസ് സ്റ്റാൻഡ്, ലോക്കൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ബസ്സുകളൊക്കെ ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ബാഗും എടുത്ത് ഞങ്ങളിപ്പോൾ ശരത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ശരത്തിന് വണ്ടി എടുത്തിട്ട് നമ്മൾ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലേക്ക് ഒന്ന് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇന്നിത് കൈ ഒടിഞ്ഞിട്ട് എന്നാ പറ്റിയെന്ന് പറഞ്ഞേ? കൈ ഒടിഞ്ഞില്ല, കൈയുടെ കുഴ മാറിയത്. കുഴ മാറി എനിക്ക് ഓർത്തോപീഡിയ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഇട്ട 2 മാസം എടുത്തു. 2 മാസം. അപ്പോൾ 2 മാസം കൊണ്ട് കൈ തന്നെ ശരിയായോ? ഞാൻ പോയില്ല. പിന്നെ 2 മാസം ആയപ്പോഴേക്കും എൻ്റെ കൈ തനിയെ റെഡിയായി. പിന്നെ ഞാൻ ആശുപത്രി പോകണം. കണ്ടില്ലേ ഗൈസ്, ഇതാണ് യൂറോപ്പിലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. എന്താ അല്ലേ. എന്നിട്ടാണ് കുറേ ആൾക്കാർ പറയുന്നത്, അതായത് പല കാര്യങ്ങളും ഇങ്ങനെയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്നുള്ളത് ഫാക്റ്റാണ്. എന്നിട്ടാണ് കുറേ ആൾക്കാർ എന്നെ കൊണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ ഞാൻ തെണ്ടി കിടക്കുകയാണ് എന്ന് പറയുന്നത്. എടാ, ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഷുറൻസ് ഇല്ലാതാണോ ഞാൻ ഈ കണ്ട രാജ്യങ്ങളിലൊക്കെ കറങ്ങി കിടക്കുന്നത്? എത്ര 2 മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടറൊക്കെ ഇവിടെ എനിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അത് നീ ഇവിടുത്തെ റെസിഡൻ്റ് അല്ലേ? അപ്പോൾ എൻ്റെ അവസ്ഥ ഒന്നും നീ ആലോചിച്ച് നോക്കും. ഞാനിവിടെ ടൂറിസ്റ്റ് അല്ലേ, എനിക്കെന്തെങ്കിലും പറ്റി ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്ലോവേക്കിയ പോയിട്ടൊന്ന് പെട്ടതാ. സ്ലോവേക്കിയയിൽ പോയിട്ട്. ഇതാണോ നിൻ്റെ വീട്? ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു തായ് റെസ്റ്റോറൻറ്റിൽ തായ് ഫുഡ് കഴിക്കാം എന്ന് കരുതി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തായ് റെസ്റ്റോറൻറ്റ് നിന്ന് അവധിയാണെന്ന്. അപ്പോൾ ഞങ്ങൾ പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഹാവ് പിസ്സ ഫ്രം ക്രൊയേഷ്യ. അങ്ങനെ ആദ്യമായിട്ട് മൈനസിൽ നിന്ന് രക്ഷപ്പെട്ടു. സഗ്രിബ് 7 ഡിഗ്രി സെൽഷ്യസ് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ രാത്രി മൈനസ് ഉണ്ട് കേട്ടോ, വെളുപ്പിനെ. ഇവിടെ വണ്ടിക്കകത്ത് ബാഗ് ഇരിക്കുന്നു, അത് പുറത്ത് കാണാം. ഇവിടെ തല്ലി പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകുന്ന പരിപാടി വല്ലതും ഉണ്ടോ? UK-ലൊക്കെ അത് ഭയങ്കര കൂടുതലാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? യൂറോപ്പിലും ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ അറിയത്തില്ല. ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവാൻ തോന്നുന്നില്ല. എന്തായാലും അതായിട്ടിരിക്കട്ടെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ തൊണ്ട ഇതുവരെ ശരിയായിട്ടില്ല. സൗണ്ട് തൊണ്ടയ്ക്ക് ഞാൻ അതല്ലെങ്കിൽ അടച്ചു പൂട്ടി ഭദ്രമാക്കി വെച്ചിരിക്കുന്നത്. ഫ്രാങ്കോസ് പിസ്സ അല്ലേ? ഇത് ബാറാണല്ലോ. നമ്മളങ്ങനെ അവസാനം ഫൈനലി ബാറിൽ തന്നെ എത്തുന്നല്ലേ? പുറത്തോ? എവിടെ? തണുപ്പത്തിരിക്കാൻ എന്നെ കൊണ്ടുപോയി. പിന്നെ ഇവിടെയോ? ഇവിടെ പൊങ്ങിയിരിക്കണ്ടേ? അവിടെ താഴെ ഇരിക്കാം. ഞങ്ങളൊരു പിസ്സ പറഞ്ഞു. ഇവിടെ നിന്ന് സ്പൈസി പിസ്സയാണ് പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്പൈസി സോസും കൂടെ കൊണ്ട് തരുന്നുണ്ട്. അടിപൊളി. നന്നായിട്ട് എൻജോയ് ചെയ്യും മിക്കവാറും. സ്പൈസി പിസ്സ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. യൂറോപ്പിൽ വന്നിട്ട് ഒരു സ്പൈസി പിസ്സ ലോങ് വിത്ത് ഇവരുടെ സ്പൈസ് അല്ലേ, എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയത്തില്ല. നോക്കാം. ഇതാണ് സ്പൈസി. ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ട്, അതാണ് സ്പൈസി. ഇതിന് എരിവൊന്നും ഇല്ലല്ലോ. പിസ്സ അടിപൊളിയാണ്. നീ പറഞ്ഞപ്പം എത്രയും പ്രതീക്ഷയില്ല. സൂപ്പറായിരുന്നു. ഇറ്റലി പോയായിരുന്നില്ലേ? അവിടെ ഓരോ തട്ടുകടകൾ പോലെ ഇങ്ങനെ പിസ്സ കഷ്ണം ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണല്ലേ അവിടെ നിന്ന്. ഞാൻ ഇറ്റലി പോകുമ്പം പിസ്സ കഴിക്കണം. പിസ്സ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയാലും അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾ എവിടെയൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ പുറത്ത് വില്ലേജിൽ പോകാം. അവിടെ ക്യാസിൽ വേണ്ടിരുന്നത് ക്യാസിൽ പോവാം, അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നതാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ലേറ്റായി. അപ്പോൾ പിസ്സ കഴിച്ചു. സത്യം നല്ല പിസ്സയായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് എ ഗുഡ് ചോയ്സ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സമയം 3:30 4:45 എനിക്കിവിടെ നിന്ന് ഒരു ബസ്സുണ്ട്. ആ ബസ് പോകുന്നത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള രാജ്യത്തേക്കാണ്. അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള എന്തായിരുന്നു എൻ്റെ പേര്? ഒരു മിനിഞ്ഞാന്ന് വിയന്ന, ഇന്നലെ ലുബ്ലിയാന, ഇന്ന് സഗ്രെബ്,
ഇതൊക്കെ ഓർത്ത് വെക്കണ്ടേ? അതിന് മുമ്പത്തെ പ്രശ്നം എന്താ, ഇവിടെ പിന്നെ അറ്റ്ലീസ്റ്റ് യൂറോ ആണെന്നെങ്കിലും പറയാം. ഇതിന് മുമ്പത്തെ പ്രശ്നം എന്താ, ഓരോ രാജ്യത്ത് ഓരോ കറൻസിയുടെ പേരല്ലേ. അതും മറന്നു പോകും മണ്ടാര്. ഇത് ഏതാണ് കറൻസി? അവസാനം ചില്ലറ ഇത്തവണ നാട്ടിൽ പോയപ്പം എൻ്റെ ബാഗിൽ ഒരു ലോഡ് പൈസയും ചില്ലറയായിരുന്നു. ഇതൊക്കെ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. രാവിലെ ഉറങ്ങി എഴുത്തുമ്പോഴേക്കും അടുത്ത രാജ്യത്തല്ലേ ഉറങ്ങും. സത്യം അതാണ്. എന്തായാലും വി ഹാവ് ടു മൂവ്. ഞങ്ങൾ വണ്ടി എടുത്തിട്ടേ വേറൊരു സ്ഥലത്ത് വന്നേ, ഒരു നദി കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് നിന്നപ്പോഴത്തേക്കിനും ഇവിടെ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം, വളരെ എന്താ പറയുക, സിമ്പിളായിട്ടുള്ള കുറേ പെയിൻറ്റിങ് ഒക്കെ വരച്ച് വെച്ചിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് ബാറോ ക്ലബ്ബോ ഏതാണ്ടാണ്. ക്ലബ്ബാണോ ബാറാണോ എന്താ സംഭവം? ടെക്നോ ക്ലബ്ബ്, റിവർ സൈഡിൽ. അടിപൊളി, കൊള്ളാമല്ലേ? ഇത് അടിപൊളിയാണല്ലോ. വൈകിട്ടാണോ തുറക്കുന്നേ? വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല വൈബായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു റിവറുണ്ട്, സാബ അല്ലേ? സാബ നദി എന്താ സാബ നദിയുടെ പ്രത്യേകത നോക്കിയിട്ട്. ഒരു റിവറിൻ്റെ സൈഡാണ് നോക്കി, റിവർ സൈഡ്. ആ റിവർ സൈഡിൻ്റെ ഭംഗി നോക്ക്. ഇവിടെ കംപ്ലീറ്റ് വെയിൽ അവിടെ നിന്നാണ് ഞാൻ കാണിക്കാത്ത അങ്ങോട്ട്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്ന ഏരിയ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കണ്ടോ, പുല്ലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ നടുവിലൂടെ അവിടെ ഇങ്ങനെ നദി ഒഴുകുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് നടന്നൊക്കെ പോവാം, നദിയിൽ വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം. എന്ത് രസമല്ലേ റിവർ. നമ്മൾ ആക്ച്വലി ഇപ്പം നിൽക്കുന്നത് റിവറിലാണ്. റിവറിൻ്റെ അപ്പുറത്തായിട്ട് ഇതുണ്ട്, ആ ഭാഗത്ത് നടുക്കൂടെയാണ് നദി ഒഴുകുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടും, അതായത് ആ റിവറിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇതേപോലെ ഇങ്ങനെ സ്ഥലം വെച്ചിട്ടുണ്ട്. പിന്നെയും മുകളിൽ ഇത്രയും സ്ഥലമുണ്ട്, കണ്ടില്ലേ? അതാണ് ആ ഒരു റിവറിനെ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? വെള്ളം കൂടുമ്പോഴത്തേക്കിനും വെള്ളം ഈ ഒരു തട്ടിൽ വരും. അതും കഴിഞ്ഞ് കൂടിയാൽ മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അത് പിന്നെ പുറത്തേക്ക് പോവില്ല. അതായത് ബേസിക്കലി ഇതൊരു ബണ്ടാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ബണ്ടാണ്. അപ്പോൾ ഇത്, അതായത് ഇവിടെ എന്താണോ താഴ്ച, ഇതേ താഴ്ചയിലാണ് അപ്പുറത്ത് ആ കെട്ടിടം ഇരിക്കുന്നത്, കണ്ടോ? അതാണ് സംഭവം. ബണ്ട് കെട്ടി സെറ്റാക്കിയിരിക്കുകയാണ്. അടിപൊളിയേ, അത് കൊള്ളാട്ടോ, നല്ല പരിപാടിയാണ്. ഈ സംഭവം ഞാൻ ഇന്ത്യയിൽ എവിടെ കണ്ടിട്ടുണ്ട്, ഗുവാഹട്ടിയിലാണെന്ന് തോന്നുന്നു. ഗുവാഹട്ടിയിലോ ആ ഭാഗത്ത് എവിടെയോ ഞാൻ ഇതേപോലൊരു രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേപോലൊരു സംഭവം. ഇത് കൊള്ളാം, നല്ല അടിപൊളിയാണ്. നൈസ് റിവർ സൈഡ്. റോഡിൻ്റെയൊക്കെ വീതി എന്താ വീതി എന്നറിയോ? ഇത്രയും റോഡ് നടുക്ക്, പിന്നെ റോഡിൻ്റെ അത്രയും റോഡിനെക്കാട്ടി വീതിയിൽ ട്രാം പോകാനുള്ള സ്ഥലം. അതിൻ്റെ അപ്പുറത്ത് വേറെയും ഇതിലൂടെ ട്രെയിനും പോവും, ബസ്സും പോവും, എല്ലാം പോവും, എല്ലാ കുന്നവും പോവും. നാഷണൽ ഹൈവേ എത്ര ആയതോ നീ ഇടയ്ക്കിടയ്ക്ക് ട്രോളുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സെറ്റപ്പ് സ്ഥലമാണെല്ലാം. മൊത്തത്തിൽ റോഡൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ ഷെങ്കൻ ഏരിയ വിട്ടിട്ട് നമ്മൾ ഷെങ്കനിൽ നിന്നും പുറത്ത് കടക്കാൻ പോവാണ്. അതുകൊണ്ട് നമ്മളിന്ന് ബോസ്നിയയിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കിന്ന് ബോർഡർ ക്രോസിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നിവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ ബോസ്നിയയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇത് സഗ്രബിലെ ബസ് ടെർമിനലാണ്. ഇവിടെ നിന്നും വൈകിട്ട് 4:45 ഏതോ ഒരു ബസ്, ആ ബസ്സിലാണ് ഞാൻ പോകുന്നത്. ഇറ്റലിക്ക് പോകുന്ന വണ്ടിയാണ്. അത് കണ്ടോ, ഇറ്റലി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. കുറച്ച് പോയാൽ ഇറ്റലിയായി. ബസ് തപ്പിക്കൊണ്ടിരിക്കുക, എവിടെയാണെന്നൊരു അന്തോ കുന്തോ കിട്ടുന്നില്ല. ഇതൊക്കെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടികളാണ്. നമ്മുടെ വണ്ടി എവിടെ ആയിരിക്കും? ഇവിടെ കൗണ്ടറോ അങ്ങനെയൊന്നും ആരെയും കാണുന്നുമില്ലല്ലോ. ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇത് എവിടെ എന്താണ് ഏതാണെന്ന് ഒരു അന്തോ കുന്തോ കിട്ടുന്നില്ല. ഒരു സ്ഥലത്തും എഴുതി പോലും വെച്ചിട്ടില്ല. ഫ്ലിക്സ് ബസ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അവരുടെ അതിനകത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിനിപ്പോൾ എവിടെയാ ബസ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. തപ്പട്ടെ. സെർബിയാണോ? ബെൽഗ്രേഡ്. ഇത് ബെൽഗ്രേഡ് പോകുന്ന വണ്ടിയാ. ഇവിടുന്ന് ബെൽഗ്രേഡ് 3-4 മണിക്കൂറേ ഉള്ളൂ. അല്ല, 5 മണിക്കൂർ താഴെ ഉള്ളൂ. ആ റേഞ്ചിലേ ഉള്ളൂ. ബിയോഗ്രാഡെന്ന് എഴുതിയിരിക്കുന്നത് ബെൽഗ്രേഡാണ്. അവിടെ റഷ്യൻ ആണോ? അല്ലല്ലോ, റഷ്യൻ സംസാരിക്കുമോ? ഏകദേശം അതേപോലൊക്കെ വരും. ഇതിപ്പം ബെൽഗ്രേഡ് പോകുന്ന വണ്ടി. നമുക്ക് ആക്ച്വലി ബെൽഗ്രേഡാണ് പോകേണ്ടത്, പക്ഷേ നമ്മൾ ബോസ്നിയ കയറിയിട്ട് ബോസ്നിയ വഴിയാണ് ബെൽഗ്രേഡിൽ പോകുന്നത്. അതായത് ബെൽഗ്രേഡ് എന്ന് പറയുന്നത് സെർബിയ, മനസ്സിലായോ? എന്തല്ലേ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി എറണാകുളം, ആലപ്പുഴ വഴി എറണാകുളം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ഓരോ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്ന് പറയുന്നത്. ഇത്രേ ഉള്ളു. യൂറോപ്പിലെ ഒരു രാജ്യ തലസ്ഥാനത്തെ ബസ് സ്റ്റാൻഡാണ്. നേരം പറഞ്ഞിട്ട് സമയം 10 മിനിറ്റ് വൈകി. ഇതുവരെ നമ്മുടെ ബസ്സൊന്നും വന്നിട്ടില്ല. നമ്മുടെ ബോസ്നിയയിലേക്ക് പോകേണ്ട എന്നെപ്പോലെയുള്ള കുറേ യാത്രികർ ഇവിടെ വന്ന് കാത്തുകെട്ടി നിൽപ്പുണ്ട്. ഇതിലും വലുതാണ് നമ്മുടെ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ്. ഒരു രാജ്യത്തെ തലസ്ഥാന നഗരത്തിലെ ബസ് സ്റ്റാൻഡാണ്. ഫ്ലിക്സ് ബസ്സിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, ബസ് ഈസ് ഡിലേഡ് ബൈ 37 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ശരി, എൻ്റെ ബസ് എപ്പോൾ വരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നീ ഇവിടെ വെറുതെ തണുപ്പത്ത് മഞ്ഞ് കൊള്ളണ്ട. താങ്ക്സ് ഫോർ കമ്മിങ്, താങ്ക്സ് ഫോർ മീറ്റിംഗ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നടക്കട്ടെ, ബൈ. എൻ്റെ ബസ് ലേറ്റാണ്, അത് എവിടെയാണെന്ന് അറിയത്തില്ല. മെസ്സേജ് വന്നു ലേറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്.
ഇവിടെ തണുപ്പത്ത് പുറത്ത് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടൊരു കാര്യമാണ്. ഫുള്ള് കുറേ നേരം തണുപ്പത്തിരുന്ന് കഴിയുമ്പോഴേ പ്രശ്നമാകും. എനിക്കിവിടെ കാത്തിരുന്ന് മതിയെന്ന് പറഞ്ഞാൽ തണുത്തിട്ട് വിറച്ചിട്ടേ ഒരു രക്ഷയില്ല കേട്ടോ. എന്തോ വന്ന പരിപാടിയാന്ന് നോക്കിയേ. ബസ് ഇതുവരെ വന്നുമില്ല. വേറെ ഇഷ്ടംപോലെ ബസ് വന്ന് പോകുന്നുമുണ്ട്. എൻ്റെ ബസ്സാണ് ഇതുവരെ വന്നുമില്ല. ഇവിടെ നിന്ന് ആകെ 2 ബസ്സേ ഉള്ളൂ ഒരു ദിവസം ബോസ്നിയയിലേക്ക്. അങ്ങനെ 1 മണിക്കൂർ കാത്തു നിന്നതിന് ശേഷം നമുക്കുള്ള വണ്ടിയല്ലേ ഇത്? അതെ, നമ്മുടെ പഴയ ആനവണ്ടി പോലത്തെ ഒരു വണ്ടി അതാ വരികയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, സഗ്രിക് സരേവ പോകുന്ന ഇവിടുത്തെ വണ്ടി. അടിപൊളി. നമ്മുടെ ബാഗൊക്കെ ഇവിടെ വയ്ക്കണം. ബാഗ് ഇവിടെ വെച്ചതിന് ശേഷം ഒക്കെ നമ്മൾ തന്നെ വെക്കണം കേട്ടോ, വേറെ ആരും വെക്കത്തൊന്നുമില്ല. അങ്ങനെ ബസ്സിനകത്ത് കയറി വന്ന് ചാത്തൻ വണ്ടി എന്ന് പറഞ്ഞാൽ ചാത്തൻ വണ്ടി 40 യൂറോ ആണ് ഇതിന് കൊടുത്തത്. 40 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 രൂപ വരും. ചാത്തൻ വണ്ടി. ഞാനിവിടെ അകത്ത് സീറ്റ് പിടിച്ചു. നല്ല പാറപ്പുറം പോലത്തെ സീറ്റ്, അതായത് പാറക്കല്ല് പോലെ ഇരിക്കുന്ന സീറ്റ്. അയ്യോ, ഇരിക്കാൻ പോലും ഒരു സുഖമില്ല. എമ്മാതിരി വണ്ടിയാണെന്ന് നോക്കി. ശരിക്കും നമ്മുടെ നാടെന്ന് ആലോചിച്ചേക്ക്, നമുക്കവിടെ എന്തോരം സ്ലീപ്പർ ബസ്സുകൾ, കിടന്നുറങ്ങിപ്പോകുന്ന ബസ്സുകൾ, ഓവർനൈറ്റൊക്കെ പോകാൻ പറ്റിയ ബസ്സുകൾ. ഇതിപ്പോൾ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ 4:45 വിടേണ്ട വണ്ടിയാണ്. ഇനിയിപ്പോൾ 5:45 വിടുമ്പം 12 മണിക്ക് എത്തേണ്ടതാണ്. മിക്കവാറും 1 മണിയാവും രാത്രി എത്തുമ്പോൾ. അടിപൊളി. അതിനിടയ്ക്ക് ബോർഡർ ക്രോസിങ്ങും ഉണ്ടാവും. അയ്യോ, ഉറക്കത്തിൻ്റെ കാര്യം തീരുമാനമാവും. നമുക്ക് എന്ത് വണ്ടികൾ, നമ്മുടെ KSRTC ബസ്സാണെങ്കിലും കർണാടക RTC ആണെങ്കിലും പ്രൈവറ്റ് വണ്ടികളാണെങ്കിലും എന്ത് നല്ല വണ്ടികളല്ലേ. നല്ല കിടന്നുറങ്ങി സുഖിച്ചു പോവാം. ഇവിടെ സ്ലീപ്പർ ബസ്സുകളൊന്നുമില്ല യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള കുറേ ബസ്സുകളുണ്ട്. റേറ്റ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 യൂറോയാണ്. 40,000 രൂപ. നമുക്കൊന്ന് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ 1000-1500 രൂപ മതി. സ്ലീപ്പറാണെങ്കിൽ പോലും 2000 രൂപ താഴെ മതി. ഇത് അതിൻ്റെ ഡബിളാണ്. അത്ര തന്നെ ദൂരമേ ഉള്ളൂ. ചില വണ്ടികളൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് ചാത്തൻ വണ്ടിയാണ്. എന്നാലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മുടെ ബസ് വിട്ടു. കണ്ടക്ടർ വന്ന് കണ്ടക്ടറാണോ ഡ്രൈവറാണെന്ന് അറിയത്തില്ല. അയാൾ വന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. മറ്റേ ഛർദ്ദിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഇടാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും പ്ലാസ്റ്റിക് കവർ വെച്ചിരിക്കുന്നത്. പിന്നെന്താ, ഇത് ഒരു സുഖമില്ലാത്ത ഇത് ഓവർനൈറ്റ് യാത്രയാണെങ്കിൽ പോലും നമുക്ക് പുതയ്ക്കാൻ ബ്ലാങ്കറ്റോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും കിട്ടുമൊന്നുമില്ല. നമ്മുടെ KSRTC വോൾവോ ബസ്സിൽ പോലും നമുക്ക് പുതയ്ക്കാൻ ബ്ലാങ്കറ്റ് വരും രാത്രി യാത്രയിൽ. തണുത്ത് വരച്ചിരിക്കാം. ഞാൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഓൾമോസ്റ്റ് ബോർഡർ എത്താറായെന്ന് തോന്നുന്നു. നോക്കട്ടെ, ബോർഡർ എത്തി. ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ കാണുന്ന കൂട് കണ്ടോ, ഇവിടെ നിന്ന് വേണം ഇമിഗ്രേഷൻ ചെയ്യാൻ. തിരക്കൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ബോർഡർ, വലിയ തിരക്കും ബോളമൊന്നുമില്ല. കുറച്ച് ഭയങ്കര തണുപ്പാണ്. അങ്ങനെ ഷെങ്കനിൽ നിന്ന് വീണ്ടും എക്സിറ്റ് അടിച്ച് നമ്മൾ ഇനി അടുത്ത രാജ്യത്തേക്ക് പോവാം, ബോസ്നിയ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു നദി, നമ്മൾ നേരത്തെ പോയില്ലേ ഒരു നദിയുടെ തീരത്ത്, അത് സവാ നദി. ആ സവാ നദിയാണ് ഈ കാണുന്നത്. ഈ സവാ നദി കുറുകെ കടന്ന് വലിയൊരു പാലമുണ്ട്. ഈ പാലം കടന്ന് അപ്പുറത്ത് പോകുമ്പോഴത്തേക്കിനും നമ്മൾ ബോസ്നിയയിലെത്തും. അതായത് ബോസ്നിയ ഇപ്പോൾ ഷെങ്കനിലല്ല, നമ്മൾ യൂറോപ്യൻ യൂണിയനിലല്ല. ആക്ച്വലി നമ്മൾ ഇപ്പം യൂറോപ്പിലാണ്, പക്ഷേ യൂറോപ്യൻ യൂണിയനിലല്ല. ദാരിദ്ര്യമാണല്ലോ മൊത്തത്തിൽ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ബോസ്നിയയിൽ കയറിയിരിക്കുകയാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് റോഡിൻ്റെ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇത് അവിടെ വെൽക്കം ടു റിപ്പബ്ലിക് ഓഫ് എന്തോ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ബോർഡർ. ബോസ്നിയയിൽ നിന്നും ഷെങ്കനിലേക്ക്, യൂറോപ്പിലേക്ക് കയറാൻ വേണ്ടി കിടക്കുന്ന ഇതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ രാത്രി 8 മണിയായി. രാത്രി 8 മണിക്ക് നമ്മൾ അതിർത്തി കടന്ന് ബോസ്നിയയിൽ കയറി. ബോസ്നിയയിൽ ഇനിയിപ്പോൾ ഒരു 3-3.5-4 മണിക്കൂർ ഇതിനകത്ത് ഇനി ഇരിക്കണം. 250 കിലോമീറ്റർ ഉണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തു. ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. ഒരു പെട്രോൾ പമ്പിലാണ് കൊണ്ട് നിർത്തിയത്. ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ബോർഡർ മാത്രമാണ് ദാരിദ്ര്യമായിട്ട് തോന്നിയത്, ബാക്കിയെല്ലാം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ബസ് അവിടെ കിടപ്പുണ്ട്. അവിടെ കൊണ്ട് നിർത്തിയ ഒരു കട എന്ന് പറയുന്ന ഒന്ന് ബാറാണ്, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഒന്നുമില്ല. ഇവിടെ എന്താണ്, ഇവിടുത്തെ കറൻസിയൊക്കെ വേറെയാണ്. ഇവിടെ യൂറോ അല്ല കേട്ടോ കറൻസി, ഇവിടുത്തെ കറൻസി വേറെയാണ്. ഞാനൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ കറൻസി ഒന്നും ഇല്ല. ബോസ്നിയയിലേക്ക് ട്രെയിൻ കണക്ടിവിറ്റി ഇല്ല. ബോസ്നിയയിൽ തന്നെ ട്രെയിൻ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഉള്ളൂ. 10-100 കിലോമീറ്റർ എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ. ബസ്സാണെങ്കിൽ ഉണ്ട്, അതെങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ പതുക്കെ. ഈ ഒരു ബസ്സിന് ടിക്കറ്റ് കിട്ടി.
ഇനി അങ്ങോട്ടൊക്കെ ഫർദർ മുന്നോട്ട് പോകണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഞാനിങ്ങനെ കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. ഞാനവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ആപ്പിളും പിന്നെ ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു. അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഒരു ആപ്പിളും ബിസ്ക്കറ്റും വാങ്ങിച്ച് ബില്ല് ചെയ്യാൻ എത്ര സമയം എടുത്തെന്ന് അറിയാമോ? ബസ് പോയില്ല, ഭാഗ്യം. അതിൻ്റെ സമയം രാത്രി 12:30 ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇവിടെ ഇറങ്ങിയല്ല എത്തി. അവിടെ എൻ്റെ അമ്മോ എൻ്റെ പൊന്നോ. ഞാൻ അവിടെ നിന്ന് ഈ കാണുന്ന റെഡ് കാറിൽ കയറി. ഞാൻ റാൻഡമായിട്ട് എടുത്ത ഒരു കാറുകാരനാണ്, പറ്റിക്കുമെന്ന് കരുതി. പക്ഷെ കാര്യമായിട്ട് പറ്റിച്ചില്ല. എന്തായാലും ഞാനിവിടെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തി. സമയം ഇപ്പോൾ രാത്രി 1 മണിയായി. ഇവിടെ എല്ലാം വിജനമാണ്. ഇതിൻ്റെ മുമ്പിൽ കൂടെ ഒരു ട്രാം പോകുന്ന ഒരു ട്രാക്ക് കാണാം. പിന്നെ ഇതെന്താ ഹോട്ടൽ സന എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് റൂം എടുത്തിരിക്കുന്നത്. കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എവിടെയാണോ റിസപ്ഷൻ, പോയി നോക്കട്ടെ. മടുത്തെന്ന് പറഞ്ഞാൽ ക്ഷീണമായി. അയ്യോ എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. റൂമിൽ പോട്ടെ. നീയാണെ ചുമ ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഗുഡ് മോർണിംഗ്. രാവിലെ ഹോട്ടലിൽ നമ്മളെങ്ങനെ എണീപ്പിക്കുന്നത് അറിയാമോ? രാവിലെ ഇത് കണ്ടോ, എൻ്റെ റൂമാണിത്. എന്നാൽ റൂം കാണിച്ചില്ലല്ലേ, നല്ല ടയർഡായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. ഈ റൂമിൻ്റെ മുകളിൽ ഏറ്റവും മുകളത്ത് നിലയിലാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ആകാശം കാണുന്ന രീതിയിൽ എന്തോ 2 ജനലുണ്ട് മേളിൽ. ഇവിടെ വേറെ ജനലൊന്നുമില്ല റൂമിൽ. ഇവിടെ താഴെ ജനലൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയാണ് ജനൽ. ഇതിപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്ത് വെളിച്ചം കയറാനായിട്ട്. അങ്ങനെയാണ് ഞാൻ രാവിലെ എണീറ്റത്. അടിപൊളിയല്ലേ? രാവിലെ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു 10 യൂറോ ലാഭിക്കാം. ഇവിടെ ബോസ്നിയയിൽ മുസ്ലിം മെജോറിറ്റി സ്ഥലമായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഹലാലായിരിക്കും. പിന്നെ പോർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവും, പക്ഷേ അത് കുറവായിരിക്കും. അപ്പോൾ ഞാൻ സോസേജും പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. എല്ലാം ട്യൂണ, ഇച്ചിരി പച്ചക്കറി, ബോയിൽഡ് മറ്റേ എന്താ പറയുക സോട്ടഡ് വെജിറ്റബിൾസ്, മഷ്റൂം, എല്ലായിടത്തും ഉള്ള പോലെ തന്നെ യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് കുപ്പിക്കകത്ത് വെള്ളം നിറച്ചെടുത്ത് ഇത് ഇനി യൂറോപ്പിലൊക്കെ ഇത് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വാങ്ങിച്ച് മുടിയും. ഒരു കുപ്പി വെള്ളത്തിന് 2 യൂറോ 3 യൂറോ ഒക്കെയാണ്. ഈ ഹോട്ടൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് നമുക്ക് താഴെ റിസപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇനി കറങ്ങാനായിട്ട് പോകാം. ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ? 1-ാം ലോക മഹായുദ്ധം തുടങ്ങിയ ആ പാലം കാണണം. 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചത് ബോസ്നിയയിൽ നിന്നാണ്. സരയേവോ നദീതീരത്ത് വെച്ചിട്ടാണ്. അതായത് സരയേവോ എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തിൽ വെച്ചിട്ടാണ്, ഇവിടെ വെച്ചിട്ടാണ്. ഇതാണ് ഞാൻ താമസിച്ച ഹോട്ടല്. സന എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ സരയേവോയിൽ വരുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ ഹിയർ. അപ്പോൾ ആ ഒരു ഓൾഡ് ടൗൺ ഏരിയ തന്നെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലെല്ലാം ഉള്ളത്. ഓൾഡ് ടൗണിൽ തന്നെയാണ്. ഇവിടെ ഈ ഒരു ടൗണിൽ ട്രാമുകളുണ്ട്. എല്ലാ നഗരത്തിലും ട്രാമുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ട്രാമുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? അതായത് ലണ്ടൻ നഗരത്തിൽ ട്രാമുകൾ വരുന്നതിന് മുൻപ് വരെ ഇവിടെ ട്രാം ഉണ്ടായിരുന്നു. അതായത് ലണ്ടനിൽ ട്രാം വരുന്നതിന് മുമ്പ് വരെ ബോസ്നിയ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് അന്നത്തെ യുഗോസ്ലാവിയയിൽ ആയിട്ടുണ്ടോ അന്ന്? യുഗോസ്ലാവിയയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന സമയത്ത് ഇവിടെ ട്രാമുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താല്ലേ, ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുരാതനമായിട്ടുള്ള ആ ഒരു സരയേവോ എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിലൂടെയാണ്. ഞാൻ ഇപ്പോൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ആ ഒരു ലോക മഹായുദ്ധം വേൾഡ് വാർ 1 ആരംഭിച്ച ആ ഒരു പാലം എന്ന് പറയുന്നത് അതിവിടെയുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഇത്രയും നാളും യൂറോപ്പിൽ കണ്ടതുപോലത്തെയുള്ള ഒരു കാഴ്ചകളായിരിക്കില്ല ഇനി അങ്ങോട്ട് നമ്മൾ ബാൽക്കൻ രാജ്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഈ ഒരു രാജ്യം ശരിക്കും യൂറോപ്യൻ യൂണിയനിൽ ചേരാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിട്ട് 10-15 വർഷമായി. ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷെങ്കൻ ഏരിയയിലൊക്കെ കയറ്റുള്ളൂ. ക്രൊയേഷ്യയും സ്ലൊവേനിയയും ഓൾറെഡി ഷെങ്കനിൽ കയറി കഴിഞ്ഞു. ഇവരിതുവരെ കയറിയിട്ടില്ല. ഇവർ കയറണമെങ്കിൽ ഇനി സമയം എടുക്കും മിക്കവാറും. ഒട്ടേറെ ചരിത്രം പറയാനുള്ള ഒരു നഗരമാണ് സരയേവോ എന്ന് പറയുന്നത്. ശരിക്കും ബോസ്നിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചരിത്രം പറഞ്ഞ് തീരില്ല. അതുപോലെ ചരിത്രം ബോസ്നിയയ്ക്കുണ്ട്. കുറേ സ്ഥലങ്ങൾ ബോസ്നിയയിൽ കാണാനുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഇൻറ്റീരിയർ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ധാരാളം ചരിത്രം ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ബോസ്നിയയിലുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു റെൻ്റ് കാറൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു പാക്കേജൊക്കെ എടുത്തിട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. അതിലേറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെൻ്റ് കാർ എടുത്ത് പോകുക എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ യാത്ര അങ്ങനെയുള്ളൊരു യാത്ര അല്ലാത്തത് കൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല.
നമുക്ക് പിന്നീട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സരയൂ എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിൻ്റെ, പ്രത്യേകിച്ച് ആ ഒരു ഓൾഡ് ടൗണിൻ്റെ ഒരു ആകാശ ദൃശ്യം നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പ്യുവർ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും. ശരിക്കും 2 മലകൾക്ക് നടുവിലുള്ള ഒരു താഴ്വാരം, മുകളിൽ കംപ്ലീറ്റ് ബ്രൗൺ, നമ്മൾ തുർക്കിയിലൊക്കെ കാണുന്ന പോലെ തന്നെ മുകളിൽ കംപ്ലീറ്റ് ബ്രൗൺ നിറത്തിലുള്ള ഓടുകൾ പാകിയിരിക്കുന്ന ആ ഒരു കെട്ടിടങ്ങളും വീടുകളും, അതിന് നടുവിലൂടെ ഇതുപോലെയുള്ള കല്ല് വിരിച്ച പാതകളുമൊക്കെ ആയിട്ട് അതൊരു പ്രത്യേക ഭംഗിയാണ്. ഫുട്പാത്തും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഇതുപോലെ കല്ല് വിരിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? അത് എന്ത് രസമല്ലേ അത്. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ ആ ലാറ്റിൻ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. യെസ്, ഇതാണ് ലാറ്റിൻ ബ്രിഡ്ജ്. ലാറ്റിൻ ബ്രിഡ്ജിന് സമീപത്തോടെ പോകുന്ന നമ്മുടെ ട്രാമുകളൊക്കെ നമുക്ക് കാണാം. പഴയ ട്രാമും പുതിയ ട്രാമും ഒക്കെ ഇങ്ങനെ മാറി പോകുന്നുണ്ട്. സരയൂ നഗരത്തിൽ ഉള്ള മിൽജാക്ക എന്ന് പറഞ്ഞൊരു നദിയാണിത്. മിൽജാക്ക എന്ന് പറഞ്ഞ നദി. ആ നദിയുടെ കുറുകെ 2 തീരത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പഴയ ഒരു പാലമാണ്. ഇതൊരു പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ്. ആളുകൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, വണ്ടി പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബ്രിഡ്ജാണ്. പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ്. പണ്ട് കാലം എന്ന് പറയുമ്പോഴത്തേക്കിനും കുറേ വർഷം മുമ്പ് 1800 സംതിങ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ബ്രിഡ്ജാണ്. അത് പിന്നെ പല തവണയായിട്ട് റിനോവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി വന്നിരിക്കുന്ന ഒരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ വെച്ചിട്ട് 1914 ആണ് ആ സംഭവം നടക്കുന്നത്. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡ് ഓഫ് ഓസ്ട്രിയ എന്ന് പറഞ്ഞ അവിടുത്തെ ഓസ്ട്രിയൻ റോയൽ ഫാമിലിയിലെ ഒരു ആർച്ച് ഡ്യൂക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരു റോയൽ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ സെർബിയയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ബോസ്നിയയുടെ ഈ ഒരു സരയവു എന്ന് പറയുന്ന ആ ഒരു നഗരത്തിൽ അവർ വരികയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ആണ് അവർ ഇവിടെ വെച്ച് കൊല്ലപ്പെടുന്നത്. ഈ കൊന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവരെ കൊന്നത്. ഗാവ്രിലോ പ്രിൻസിപ്പ്. ഈ ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ബോസ്നിയൻ സെർബിയൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് ഈ ഇവിടെ ഈ ബോസ്നിയ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ബോസ്നിയക്കാർ, സെർബിയക്കാർ, ക്രൊയേഷ്യക്കാർ, അങ്ങനെ പല ആൾക്കാരുണ്ട്. അതിൻ്റെ ചരിത്രത്തെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ കുറേ കൂട്ടക്കൊലകളും മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ രാജ്യമൊക്കെയാണത്. കൊന്നൊടുക്കിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നാളെ പറയാം. അപ്പോൾ ഈ ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആ സമയത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയൊരു ആക്ടിവിസ്റ്റും കൂടിയായിരുന്നു അദ്ദേഹം. എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ ആർക്ക് പോലും വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഈ വ്യക്തി, ഇയാൾ ജനിച്ചത് ബോസ്നിയയിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. വെസ്റ്റേൺ ബോസ്നിയയിലുള്ളൊരു ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 13-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഈ ഓസ്ട്രിയൻ ഒക്യുപ്പൈഡ് ആയിട്ട്, അന്ന് ആ സമയത്ത് ഓസ്ട്രിയൻ ഒക്യുപ്പൈഡ് ആയിരുന്നു ബോസ്നിയ. ഈ പല സമയത്തും പല രീതിയിൽ പല രാജ്യങ്ങളും കൈയടക്കി വെച്ചിരുന്ന സ്ഥലങ്ങളാണല്ലോ ഇവിടെ മിക്കതും. ഓസ്ട്രിയൻ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബോസ്നിയയിൽ അദ്ദേഹം പഠിക്കാനായിട്ട് വന്ന സമയത്താണ് അദ്ദേഹം ഇവിടെയുള്ള പല ഇതുപോലെയുള്ള മൂവ്മെൻറ്റുകളിലും പല രാഷ്ട്രീയ സംഘടനകളിലും മറ്റുമൊക്കെ ജോയിൻ ചെയ്യുകയും അതിനുശേഷം യുഗോസ്ലോവിയ എന്ന് പറയുന്ന രാജ്യത്ത് പല ചരിത്ര സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ആ രാജ്യം പിന്നീട് 1992 വിഭജിച്ച് 6 രാജ്യങ്ങളായി മാറി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി കുറേ ആക്ടിവിസം, കുറേ പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തീവ്ര കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്ന ഇവിടുത്തെ ആളുകൾ പിന്നീട് ആ കമ്മ്യൂണിസം ഒക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും മതത്തിൻ്റെ പുറകെ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചരിത്രം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും 1914 ഈ റോയൽ കപ്പിള് ഇവിടെ വന്ന സമയത്ത് ഈ ടീനേജറായിരുന്ന ഈ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹം വെടിയുതിർക്കുകയുണ്ടായി അവരുടെ ദേഹത്ത്. അപ്പോൾ അവരെ വെടിവെച്ചത് ഈ പാലത്തിന് സമീപം വെച്ച്, ഈ പാലത്തിന് മുകളിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ വെടിവെച്ച ഇദ്ദേഹത്തിന് ആ സമയത്ത് 19 വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രയലൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഡെത്ത് പെനാൽറ്റി കൊടുക്കാതെ 20 വർഷത്തേക്കുള്ള ഒരു പ്രിസൺമെൻറ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അതായത് 20 വർഷം ജയിലിൽ അടയ്ക്കാനുള്ളൊരു നീക്കമാണ് നടന്നത്. പക്ഷേ 4 വർഷം മാത്രമേ അദ്ദേഹം ജയിലിൽ കിടന്നുള്ളൂ. 4 വർഷത്തിന് ശേഷം ജയിലിൽ വെച്ചിട്ട് ട്യൂബർക്കുലോസിസ് ബാധിച്ച്, അതായത് TB എന്ന മാരകമായ അസുഖം ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അസാസിനേഷൻ നടന്ന ആ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ആ ഒരു പാലത്തിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിയില്ല. അപ്പോൾ ഈ ആർച്ച് ഡ്യൂക്കും സംഘവും ആക്ച്വലി ഈ പാലത്തിന് സമീപം വെച്ചാണ് അവർ വെടിയേറ്റതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പാലത്തിൽ വെച്ചല്ല വെടിയേറ്റത്. കാരണം ഈ പാലം നടന്ന് മാത്രം പോകാൻ പറ്റുന്നൊരു പാലമാണ്. ഈ ആർച്ച് ഡ്യൂക്കും ഭാര്യയും കൂടെ ഒരു വാഹന വ്യൂഹത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. ഈ വാഹന വ്യൂഹത്തിൽ വാഹനത്തിനുള്ളിലേക്കാണ് ഇദ്ദേഹം ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്താനായിട്ട് വെടിയുതിർത്തത്. അപ്പോൾ അത് ഇതിന് സമീപം വെച്ചാണ്.
അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു സ്മാരകം എന്നുള്ള രീതിയിലാണ് പ്രാവുകൾ പറഞ്ഞു പോകുന്നത്. സ്മാരകം എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പാലം ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്മാരകത്തിൻ്റെ ഒരു ഫലകം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം നടന്ന ആ ദിവസം തന്നെ ഈ ഒരു അസാസിനേഷൻ ഇതിൻ്റെ പിന്നിൽ സെർബിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓസ്ട്രിയയും ഹംഗറിയും കൂടി ചേർന്ന് സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായി. അപ്പോൾ ആ ഒരു ചെറിയൊരു സംഭവമല്ല, ഒരാളെ കൊലപ്പെടുത്തിയതല്ലേ, ആ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ 4 വർഷക്കാലം നീണ്ടു നിന്ന ആ ഒരു വേൾഡ് വാർ 1 എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായ വേൾഡ് വാർ 1 തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള പല രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങളും പടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങൾ സെർബിയക്കെതിരെ യുദ്ധം ഈ ഓസ്ട്രിയ ഹംഗറിയും കൂടെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെയുള്ള പല രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലുണ്ടായിരുന്ന പല സംഭവങ്ങളും പുറത്തേക്ക് വരികയുണ്ടായി. അങ്ങനെ പുറത്തേക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും പ്രശ്നങ്ങളും വിഷയങ്ങളും മറ്റുമൊക്കെ ആയിട്ട് പിന്നെ വേൾഡ് വാറിൻ്റെ ചരിത്രം നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ പിന്നെ കൂടുതലായിട്ട് പറഞ്ഞിനി ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് വേൾഡ് വാർ 1 ആരംഭിക്കുന്നത്. അത് ഈ സ്ഥലത്ത് നിന്നാണ്. ഇനി ഞാൻ മറ്റൊരു സംഭവം കൂടെ ഇവിടെ പറഞ്ഞുതരാം. വെടി ഉതിർത്ത് നിൽക്കുന്ന, അതായത് ഇങ്ങനെ വെടിയുണ്ടകൾ പതിച്ച ആ ഒരു പാടുകളോട് നിൽക്കുന്ന കുറേ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, കാണാം. അപ്പോൾ ആ ഒരു 1ാം ലോക മഹായുദ്ധം ആരംഭിച്ച ആ പാലത്തിന് മുന്നിലായിട്ട് നമുക്കിവിടെ ഒരു മ്യൂസിയം കാണാൻ സാധിക്കും. ആ ഒരു മ്യൂസിയത്തിൽ നമുക്ക് അന്നത്തെ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റിനെ സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിനകത്തും കയറി നമുക്ക് കുറേ കാഴ്ചകൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാണാൻ സാധിക്കും. ആ ഒരു കിരീടാവകാശിയും ഭാര്യയും കൂടി അവർ വണ്ടിയിൽ വരുന്ന സമയത്ത് വെടിവെക്കുന്നതിൻ്റെ ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ളൊരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വെടി കൊണ്ട് അവരവിടെ നിൽക്കുന്നതാണോ എന്താ സംഭവം മനസ്സിലാവില്ല. അങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ വേറൊരു സ്മാരകം കൂടിയുണ്ട്. ഫ്രം ദിസ് പ്ലേസ് ഓൺ 28 ജൂൺ 1914 ഗാവ്രിലോ പ്രിൻസിപ്പ് അസാസിനേറ്റഡ് ദ ഹിയർ ഓഫ് ദ ഓസ്ട്രോ ഹംഗേറിയൻ ത്രോൺ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഈ വ്യക്തിയുണ്ടല്ലോ, ഈ പ്രിൻസിപ്പ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ ഒരു വലിയൊരു എന്താ പറയുക ആളായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഇവിടെയുള്ള കുറേ ആളുകളൊക്കെ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു കൊടുത്തില്ല ആരും. അപ്പോൾ ഇവിടെ ചുറ്റിനും നമുക്ക് ആ ഒരു മ്യൂസിയത്തിന് ചുറ്റിനും ഇത്തരത്തിലുള്ള ധാരാളം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അന്നത്തെ ആ ഒരു വെടിവെപ്പിൽ വെടി കൊണ്ടതാണോ എന്താ സംഭവം എന്നറിയത്തില്ല, ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള വെടി കൊണ്ട പാടുകൾ പോലെയുള്ള ധാരാളം കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെട്ടിടമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കെട്ടിടത്തിൽ നമുക്ക് ധാരാളം വെടി കൊണ്ട പാടുകൾ പോലെ ഇത്തരത്തിൽ നമുക്ക് താഴെ മുതൽ മുകളിൽ വരെ നമുക്ക് ഇത്തരത്തിൽ ഇതുപോലെയുള്ള കുഴികൾ നമുക്കിവിടെ കാണാം. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കുഴികൾ നമുക്കിവിടെ കാണാം. എന്തായാലേ ഇതുപോലെയുള്ള ധാരാളം കെട്ടിടങ്ങൾ ഇപ്പോൾ നമുക്ക് ഉക്രൈനിലും ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെടി മാത്രമല്ല, അവിടെ നമുക്ക് മിസൈലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ബോസ്നിയയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ബോസ്നിയയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ബോസ്നിയ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു ജെറുസലേം ആയിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ജൂതന്മാരെ കൊന്നൊടുക്കി ഇവിടുന്ന് പറഞ്ഞ് വിട്ടതോടുകൂടി ആ ജെറുസലേം എന്നുള്ളൊരു പേരിൻ്റെ അർത്ഥം അങ്ങോട്ട് പോയി. പക്ഷേ എന്നിരുന്നാലും ബോസ്നിയയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. 500 വർഷം പഴക്കമുള്ള ഷോപ്പിംഗ് മോൾ, അതായത് ലോകത്തിൽ ആദ്യമായിട്ട് അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് മോൾ പണിത ആൾക്കാർ ഇവരാണ്, ബോസ്നിയക്കാരാണ്. ലണ്ടനിൽ പോലും മെട്രോ വരുന്നതിന് മുമ്പ് മെട്രോ പണിത ആൾക്കാർ ഇവിടെയാണ്. യൂറോപ്പിലെ ഏറ്റവും ആദ്യത്തെ പ്രോപ്പറായിട്ട് വാട്ടർ സപ്ലൈ നിർമ്മിച്ചത് ഇവരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ വ്യത്യസ്തമായ വിശേഷങ്ങൾ ബോസ്നിയയുടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നാളെ കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ബൈ.